സ്വർണം വാങ്ങുന്നത് ഒരു വർഷത്തേക്ക് ഒഴിവാക്കാൻ പ്രധാനമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ? സ്വർണം മാത്രമല്ല, രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും വിദേശയാത്രകൾ ഒഴിവാക്കാനുമൊക്കെയായി 7 നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇവ തിരിച്ചടിയാകുമെന്ന് വിമർശനമുണ്ട്. ജനം പണം ചിലവാക്കുന്നത് കുറയും, ഇത് വിപണിയെ ആകെ തകർത്ത് കളയുമെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്തിനാണ് ഇതെല്ലാം? പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂട്ടിയിട്ടുണ്ട്. രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഫോറക്സ് റിസർവ് അഥവാ വിദേശ നാണയ ശേഖരം സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യം. അപ്പോ എന്താണ് ഈ ഫോറക്സ് റിസർവ് എന്നല്ലേ പറയാം. ആ 7 നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അവയിലെല്ലാം കോമൺ ആയ ഒരു ഫാക്ടർ ഉണ്ട്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ, സ്വർണം, രാസവളങ്ങൾ, ഭക്ഷ്യ എണ്ണ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കലാണ്. എന്തിനാണ് ഇറക്കുമതി കുറയ്ക്കുന്നത്? ഇവ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണമെങ്കിൽ രൂപയിലല്ല, പകരം അതാത് കരാറുകൾ അനുസരിച്ചുള്ള കറൻസിയിൽ പണം നൽകണം. ഇപ്പറഞ്ഞതിൽ ഭൂരിഭാഗം വ്യാപാരങ്ങൾ നടക്കുന്നത് US ഡോളറിലാണ്. കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതനുസരിച്ച് ഡോളറിന്റെ ആവശ്യകത കൂടും, മൂല്യം കൂടും. തുടർന്ന് രൂപയുടെ മൂല്യം ഇടിയും. ഈ ഇടിവ് തടയാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഫോറക്സ് റിസർവ്. നിലവിൽ 11 മാസത്തെ ഇറക്കുമതിക്കുള്ള പണം ഇന്ത്യയുടെ ഫോറക്സ് റിസർവിലുണ്ട്. എന്നാൽ മാർച്ചിൽ മാത്രം 30.5 ബില്യൺ ഡോളറിന്റെ ഇടിവാണ് വിദേശ നാണയ ശേഖരത്തിലുണ്ടായത്. തത്കാലം വലിയ ഭീഷണി ഇല്ല എന്ന് കരുതാം. എങ്കിലും ജിയോ പൊളിറ്റിക്സ് ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്നത് നമ്മുടെ അടുക്കളയെ പോലും ബാധിക്കുന്ന കാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രതിസന്ധി മുന്നിൽ കണ്ട് മുൻകരുതലുകൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്ന വിമർശനമാണ് സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നത്.